എല്ലാവർക്കും ഹായ്, ഒരു യാത്രാ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അൽതാഫ്. അസ്സലാമു അലൈക്കും. നിങ്ങൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ എങ്കിൽ എൻ്റെ കൂടെ പോയി നല്ല അടിപൊളി കാഴ്ചകളുമായിട്ട് നമുക്കിന്ന് ഖത്തറുള്ള സൂഖ് വാക്കിഫ് എക്സ്പ്ലോർ ചെയ്യാം. ഒരു അടിപൊളി യാത്രയായിട്ട് സൂഖ് വാക്കിഫിലേക്ക് പോകും. ഓക്കെ, നേരെ കാണുന്നത് പള്ളിയുണ്ടോ, പിന്നെ അത് അൽഫനാർ എന്നാണ് അതിൻ്റെ പേര്, ഈ പള്ളിയുടെ പേര്. അങ്ങനെ ഇപ്പോൾ ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് സൂക്കിലേക്ക് പോകണം. അപ്പോൾ ആ സൂഖ് വാക്കിഫിലേക്ക് പോകണം. അപ്പോൾ ഞാൻ നിൽക്കണത് നമ്മുടെ ഇവിടുത്തെ ഫിലിപ്പീൻ സൂക്ക് ഉണ്ടല്ലോ, ഫിലിപ്പീൻ സൂക്കിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് സൂഖ് വാക്കിഫിൻ്റെ അങ്ങോട്ട് പോകണം. ഇതാണ് സൂഖ് വാക്കിഫ്. ഇതാണ് ഫനാർ പള്ളി, ഫനാർ മസ്ജിദ്, നമ്മുടെ ഫിലിപ്പീൻ സൂക്കിലുള്ള ഫനാർ മസ്ജിദ്. സൂഖ് വാക്കിഫിലേക്ക് പോകാനായിട്ട് ഇതിലുണ്ട് എൻട്രൻസ്. ഇവിടുന്ന് എസ്കലേറ്റർ ഒക്കെ ഉണ്ട്, ഉണ്ട് എസ്കലേറ്റർ. അപ്പോൾ നമുക്ക് എസ്കലേറ്ററിൽ കയറിയിട്ട് നേരെ ഈ ടണലിൽ കൂടി സൂഖ് വാക്കിഫിലേക്ക് പോകാം. കണ്ണട ദൂര വെയിലങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമ്മളെ സൂഖ് വാക്കിഫിലേക്ക് എത്തിയേക്കണം. അപ്പം ഇവിടെ വ്യത്യസ്തമായിട്ട് കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ മാർക്കറ്റിലെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഈ കാണുന്ന സൂഖ് വാക്കിഫിന് 100 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. എനിക്കറിയാവുന്ന രീതിയിൽ ചെറിയ ചരിത്രം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ നടക്കുന്നത് ഖത്തറിന്റെ ഏറ്റവും ജീവൻ നിറഞ്ഞ സ്ഥലമായ സൂഖ് വാക്കിഫിലാണ്. ഇവിടേക്ക് കാൽവെക്കുന്ന മുറത്ത് തന്നെ ഗന്ധം തന്നെ തോന്നും. പണ്ടുകാലത്ത് ഈ ഭാഗം ഒരു തുറസായ മാർക്കറ്റായിരുന്നു. മരുഭൂമിയിൽ നിന്ന് വരുന്ന വ്യാപാരികൾ ഒട്ടകങ്ങൾ, മസാലകൾ, വസ്ത്രങ്ങൾ എന്നിവ വിൽക്കാറുണ്ടായിരുന്നു. അന്ന് ഇതുപോലെ കടകളില്ലാട്ടോ. എല്ലാവരും സൂര്യന്റെ ചൂടിൽ സ്റ്റാൻഡിംഗ് ആയി വ്യാപാരം നടത്തി. അതുകൊണ്ട് വന്ന പേരാണ് സൂഖ് വാക്കിഫ്, അതായത് സ്റ്റാൻഡിംഗ് മാർക്കറ്റ്. ഇവിടെയുള്ള ഓരോ വഴിയും പഴയ അറബി പണിനിരത്തുകൾ പോലെ ഫീൽ ചെയ്യും. മണ്ണിന്റെ മതിലുകൾ, മരത്തിന്റെ വാതിലുകൾ, ലാൻഡൻ ലൈറ്റ്സ്. 2000-ങ്ങളിൽ ഖത്തർ സർക്കാർ ഇതെല്ലാം പുനർനിർമ്മിച്ചു. പക്ഷെ അതിന്റെ പഴയ ഭംഗി ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ സൂഖ് വാക്കിഫ് ദോഹയുടെ കൾച്ചറൽ ഹാർട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ട്രഡീഷണൽ വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്സും സുഗന്ധം നിറഞ്ഞ മസാലകളും ഊതിന്റെ മണവും എല്ലാം കാണാം. ഫാൽക്കൺ സൂക്ക്, ആർട്ട് ഗാലറി, സ്ട്രീറ്റ് മ്യൂസിക് എല്ലാം കൂടി ഒരു അറേബ്യൻ പ്യുവർ വൈബാണ്. സന്ധ്യാസമയത്ത് ഈ സ്ഥലം പൂർണ്ണമായിട്ട് മാറും. ലൈറ്റുകൾ തെളിയുന്നു, സംഗീതം മുഴങ്ങുന്നു, അറബിക് കോഫിയുടെയും കെബാബിന്റെയും മണവും എല്ലാം ചേർന്ന് ദോഹയുടെ ഒരു ആത്മാവ് പോലെ തോന്നും. സൂഖ് വാക്കിഫ് ഒരു മാർക്കറ്റ് മാത്രമല്ല, അത് ഖത്തറിന്റെ ചരിത്രം ജീവിക്കുന്ന ഒരു സ്മാരകമാണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് സമയം പെട്ടെന്ന് പോകുന്ന പോലെ തോന്നും. പെർഫ്യൂംസിന്റെ മാത്രമായിട്ട് ഷോപ്പുകളുണ്ട്. ഇപ്പോഴൊന്നും ഓപ്പൺ അല്ല, ഇനിയിപ്പോൾ 4 മണിയാവും ഓപ്പൺ ആക്കാനായിട്ട്. ഈ കാണുന്നത് ട്രോളിയാണ് കേട്ടോ, ഹമാൽമാരുടെ ട്രോളി. ഹമാൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ ട്രോളി ബോയ്സ്. ഈ ബിൽഡിംഗ് ഒക്കെ നോക്കി ഒരു പഴമ ടച്ച് ആവണില്ലേ? കാരണം ഇതിന്റെ മതിലൊക്കെ ഒന്ന് കാണണം. മണ്ണ് വെച്ച് പൊത്തി പെയിന്റ് അടിക്കാത്ത ടൈപ്പ്. വാതില് മരത്തിന്റെ, നമ്മുടെ നാട്ടിലുള്ള വിളക്ക്, പിന്നെ സീശര സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ വെറൈറ്റി ഒരു പെയിന്റിംഗ് കൊണ്ടുണ്ട്. ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ്. ഇതിപ്പോൾ ഓപ്പൺ അല്ല, സമയമായിട്ടില്ലാന്ന് തോന്നുന്നു. വൈകുന്നേരമാണ് ഇത് കാണാൻ ഭംഗി. ഇതൊരു ഷോപ്പാണ് കേട്ടോ. അതിന്റെ മേൽക്കൂര തന്നെ കണ്ടില്ലേ, ഈത്തപ്പരയുടെ ഓലയൊക്കെ വെച്ച് മേഞ്ഞിട്ട്. ഇതൊരു കരകൗശല ഷോപ്പാണ്. അതായത് നമ്മുടെ അത്ഭുത വിളക്കില്ല, അലാവുദ്ദീന്റെ, അതുപോലത്തെ കുറച്ച് വിളക്കുകളും പിന്നെ അതുപോലെ ഖത്തറിന്റെ പല ടൈപ്പിലുള്ള സുവനീറൊക്കെ ഇവിടെ വിൽക്കപ്പെടുന്ന ഒരു ഷോപ്പാണ്. പിന്നെ ഫനാർ വള്ളി എൻ്റെ കയ്യിലെത്തി, കണ്ടില്ലേ? നമ്മൾ അവിടെ കണ്ടപ്പോൾ എന്ത് വലിപ്പമാണ്. ഇത്ര ഉള്ളൂ അല്ലേ, സിമ്പിളാണ് സാധനം കയ്യിലെടുക്കാനായിട്ട്. നമ്മുടെ മെസ്സി ചേട്ടൻ തൂക്കിയ വേൾഡ് കപ്പ് അല്ലത്, അത് ഇവിടെ കടയിൽ വിൽക്കാൻ തുടങ്ങിയല്ലേ.
ഐറ്റംസ്, ഫോണൊക്കെ ഉണ്ടല്ലേ, ടെലഫോണൊക്കെ. ഇതൊക്കെ മറ്റേ കറക്കുളിയും ടൈപ്പ് ഫോണില്ലേ, പഴയ സിനിമയിലൊക്കെ നമുക്ക് കാണാറുണ്ട്. അങ്ങനെ ഞാൻ ഈ കടയുടെ ഉള്ളിൽ കയറാന്ന് വിചാരിച്ചു. പുറത്തുള്ള കാഴ്ച നീ കണ്ടത്, ഇതെന്താ സംഭവം, മുഖംമൂടിയല്ലേ, അടിപൊളി കേട്ടാ. അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി. എൻ്റെ പൊന്നോ, അടിപൊളിയാണ് അതിൻ്റെ ഉള്ളിൽ. നിന്ന് തിരിയാൻ സ്ഥലമില്ല, അമ്മാതിരി സാധനങ്ങളാണ് ഇവിടെ. ഇതൊക്കെ എങ്ങനെ റേറ്റ്? 35 കുറെ ഐറ്റംസ് ഉണ്ട്, നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. കീ ചെയിൻ ആണെങ്കിൽ ബാഗ് ആണെങ്കിൽ നല്ല വെറൈറ്റി സാധനങ്ങൾ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ നാട്ടിലെ നാരങ്ങ ഉണങ്ങിയതില്ലേ, ആ സാധനം ഉണ്ടോ, കണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. ഈ സാധനം ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷെ കൽക്കണ്ടാണോ, കൽക്കണ്ടം പോലെ ഉണ്ടല്ലേ. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഒരു ഷോപ്പിൽ കയറി. ചോക്ലേറ്റും സ്പൈസസും പിന്നെ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പിൽ. ഇത് നമ്മുടെ നാട്ടിലെ സ്പൈസസ് ഒക്കെ ഇല്ലേ, മസാലകൾ, അതായത് മഞ്ഞപ്പൊടി, മുളക് പൊടി. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ഉണ്ട്, ഇന്ത്യ എന്ന് പറഞ്ഞ സാധനമാണ്. ഇതൊക്കെ വില 40-32 റിയാലൊക്കെയാണ്. ഇതൊക്കെ നോക്കി, കുപ്പിയിൽ ബോട്ടിൽ. നമ്മുടെ നാട്ടിലെ മഞ്ഞളില്ലേ, ആ സാധനമൊക്കെ ഉണ്ട് ഇവിടെ. ഇത് റോസഡ് ഇതളാണ്, ചായയിലൊക്കെ ഇട്ട് സ്മെല്ല് വരാൻ വേണ്ടി. ഇത് കുറേ ചോക്ലേറ്റ് ഉണ്ട് ഇവിടെ, ഡ്രൈ ഫ്രൂട്ട്, ആപ്രിക്കോട്ട് എല്ലാം ഉണ്ട്. आपका नाम क्या है? मेरा नाम शहाना। कितना साल है इधर कतर में? इधर 2 साल हो गया। 2 साल है, सेम कम शॉप में? नहीं, पहले दूसरा कंपनी में था, अभी इधर आया। आप किधर गए? इंडिया, केरला। इंडिया के। मेरे को देखे पता लगता है मालवाड़ी है। लगता है। क्या है बादाम है? नहीं, ये बादाम है। അങ്ങനെ ഞാനേ പക്ഷികളുടെ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുന്നത്, അതായത് ബേർഡ് മാർക്കറ്റ്. ഇതൊക്കെ എന്തോരം കിളികളെ, ലവ് ബേർഡ്സിനെയൊക്കെ കൂട്ടിലിട്ടേക്കുന്നത്. ഇത് 2 കിളികളൊക്കെ ഇരിക്കണത്, ഒരു ഭംഗി കാണാനായിട്ട്. പൂച്ച കൊടുക്കണം, ഇതും അതുപോലെ തന്നെ കിളികളും കേട്ടൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് നമ്മുടെ നാട്ടിലുള്ള കിളിക്കൂടൊക്കെ ഇല്ലേ, അതാണെന്ന് തോന്നുന്നുണ്ടോ, ചകിരിയാണെന്ന് തോന്നുന്നുണ്ടോ. കിളികളെയും കൂടൊക്കെ വിൽക്കുന്ന ഷോപ്പാണ്. ഇവിടെ പുറമേ നമ്മുടെ നാട്ടിൽ പൂവൻകോഴി ഒക്കെ ഉണ്ട് ഇവിടെ. അതായത് പ്രാവുകൾക്ക് അടി കൂടിയാന്ന് തോന്നുന്നു. ഇതൊക്കെ നല്ല ഭംഗിയുള്ള കിളിക്കൂടല്ലേ. ഈ ബേർഡ് മാർക്കറ്റിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്, പഴയ ഒരു ബിൽഡിംഗ് കേട്ടാ, രസം കാണാനായിട്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ പൂവൻകോഴി കൂവണ് ഈ നട്ടുച്ചക്ക്. കണ്ട ഇവിടെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റ്, അതിൻ്റെ മുകളിൽ ഈ കോലുകൾ വെച്ചേക്കണതിനാണ്, പ്രാവുകളൊക്കെ വന്നിരിക്കാൻ വേണ്ടിയാണ് അവിടെ കോല് വെച്ചത്. ഈ ആമ രക്ഷപ്പെടാൻ നോക്കുകയാണെന്നുണ്ടാ കൂട്ടിന്ന്, കണ്ടാ അതിൻ്റെ ഉള്ളിൽ കൂടി ചാടാൻ നിൽക്കുന്നത്. ഇവിടുത്തെ ടൈമിങ് എങ്ങനെയാണെന്ന് വെച്ചാലേ, രാവിലെ 8 മണിക്ക് ഓപ്പൺ ആവും. രാവിലെ 8 മണിക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാലും ഉച്ചയ്ക്ക് 12 മണിക്ക് പിന്നെ ക്ലോസ് ചെയ്യും. ഉച്ചയ്ക്ക് 12 മണിക്ക് ക്ലോസ് ചെയ്തതിൽ പിന്നെ വൈകിട്ട് ഒരു 4 മണി 4:30 ആകുമ്പോഴേക്ക് ഓപ്പൺ ആവുള്ളൂ. പിന്നെ രാത്രി 12 മണി വരെയൊക്കെ ഉണ്ട്. ഈ ബേർഡ് മാർക്കറ്റിൽ നിൽക്കുമ്പോഴുണ്ടല്ലോ, എന്തൊരു ശബ്ദമാണ്, കിളികളുടെയും അതുപോലെ തന്നെ കോഴികളുടെയും. കോഴി കൂവണ ഒരേ ശബ്ദം കേട്ട്, നമ്മുടെ നാട്ടിലെ പൂവൻകോഴി കൂവില്ലേ, അതേ ശബ്ദമൊക്കെ. നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാനായിട്ട്. ഈ തത്തക്ക് ചേട്ടൻ ട്രെയിനിങ് കൊടുക്കണം, കണ്ടില്ലേ, 2 കോലും വെച്ചിട്ട് സംസാരിക്കും. ട്രെയിനിങ് ആയിട്ടില്ല. ആ ചേട്ടന്റെ കയ്യിൽ നിന്ന് തത്ത ചാടിപ്പോട്ടെ, ഇതിന് ഈ കൂടിന്റെ മുകളിൽ കൂടി പടച്ചടച്ച് കയറി നോക്കി. ഞാൻ ആദ്യം വിചാരിച്ച് പ്രതിമയെന്ന് വിചാരിച്ചു. നോക്കിയപ്പോ ഇതുപോലെ തന്നെ 2 മുഖത്തോട് മുഖം നോക്കി ഇരിക്കുകയാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട് തോന്നുന്നു, കണ്ടല്ലേ. ഇവരാണ് കേട്ടോ ഹമാല്, ഇവിടുത്തെ ട്രോളി ബോയ്സ്. ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർ ഇവരാണ്, കസ്റ്റമറിലേക്ക്. ഇവിടെ ഇങ്ങനെ മിക്ക ഷോപ്പുകളും നടത്തണേ മലയാളീസാണ്. ഈ ചേട്ടനൊക്കെ മലയാളീസാണ്. മറ്റേ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്ന പുള്ളിക്കാരൻ കൊല്ലംകാരനാണ്. പിന്നെ ഇതിന്റെ അകത്തെ ഒരു ലേഡീസിന്റെ ചുരിദാർ കടയൊക്കെ ഉണ്ട്. അല്ലേ, കുറെ വെറൈറ്റി ചുരിദാറൊക്കെ ഉണ്ട്. പിന്നെ കുറെ ക്ലോസ്ഡ് ആണ് ഷോപ്പുകൾ. അപ്പൊ ഇതൊന്നേ കണ്ടുള്ളൂ ഞാനിവിടെ. നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ അല്ലേ.
കുട്ടികൾക്കൊക്കെ പറ്റിയ മറ്റേ ബലൂണും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ആൾക്കാരും അവരുടെ യൂണിഫോം ഒക്കെ നോക്കി ഇതൊരു ഭംഗിയല്ല കാണാനായിട്ട് യൂണിഫോം ഒക്കെ അവരുടെ. പിന്നെ ഇവിടെ നിന്ന് നീങ്ങുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ കാണാം, വെറൈറ്റി സാധനങ്ങൾ കാണാതെ ഇതൊക്കെ നോക്കി. ഈ ലൈൻ റോഡൊക്കെ നോക്കി ഇതൊരു ഭംഗിയല്ല കാണാനായിട്ട്. ഇത് സംഭവം ഞാനവിടെ ചോദിച്ചപ്പോൾ ഫയർ ഉള്ള എന്തോ ഒരു ഐറ്റംസ് എന്നാണ് പറഞ്ഞത്, കറക്റ്റ് പേരറിയില്ല ഇതിൻ്റെ. നല്ല നീലാകാശത്തെ നമ്മുടെ ഖത്തറിന്റെ ഫ്ലാഗ് പറക്കണതാണ് എന്ത് രസമല്ല കാണാനായിട്ട്. പള്ളിയുടെ അടുത്ത് അപ്പോൾ അസറിൻ്റെ ടൈമായി. അപ്പോൾ ഞാൻ അസർ നിസ്കരിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഈ കാണുന്നതേ ഖത്തറിന്റെ ടാക്സിയാണ്, കർവ ടാക്സി എന്നാണ് ഇതിനെ പറയുന്നത്. അതിന്റെ സ്റ്റാൻഡും കൂടിയാണ് ഇവിടെ. ഇവിടത്തിനും പിന്നെ ലിമോസിൻ വണ്ടികൾക്ക് മാത്രം ഇവിടെ നിർത്താനായിട്ട് അലൗഡ് ഉള്ളൂ ഇവിടെ. അവിടെ തൊട്ടടുത്ത് പോലീസ് നിൽക്കുന്നു, വേറെ വണ്ടികൾ ഇട്ട് കഴിഞ്ഞ് ഫൈൻ വരും. ഞാൻ ഈ പള്ളി കയറിയപ്പോഴേ ഇതിന്റെ മേൽക്കൂരയൊക്കെ ഒന്ന് കാണണം, മരത്തിൻ്റെയാണ്. അതായത് നമ്മുടെ സൂക്ക് വാക്കിഫിന്റെ ടച്ചുള്ള ടൈപ്പായി. പിന്നെ അതുപോലെ തന്നെ ഫാനൊക്കെ ഉണ്ട് കേട്ടോ. ഫാനൊക്കെ ഇവിടെ ഞാൻ കുറവാണ് കണ്ടേക്കണത്, എ സിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫാൻ ഇവിടെ കുറവാണ്. പിന്നെ ഇത് നോക്കിയേ, നമ്മുടെ നാട്ടിലത്തേക്ക് ഒരു പഴയ ടൈപ്പ് പള്ളിയൊക്കെ ഉണ്ടല്ലോ, ചില സ്ഥലങ്ങളിൽ പോയൊക്കെ കാണാം. അതുപോലത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു പള്ളി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു. ഇതിപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ നമ്മളെ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവർ അനുവാദം ചോദിച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. കാരണം എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ഒരാളോട് ചോദിച്ചു, അപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അയാൾ എടുക്കേണ്ട കാരണം എന്ന് വെച്ചാൽ അത് ഇവിടുത്തെ ഗവൺമെൻറ് കണ്ട പ്രശ്നമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറിയില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവർ വീഡിയോ എടുക്കാനും ബ്ലോഗ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് വേണം, നമ്മൾ അനുവാദം ചോദിച്ചിട്ട് വേണം വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. ഓക്കെ, ഞാനിപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഫാൽക്കൺ സൂക്കിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ഫാൽക്കൺ സൂക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ബോർഡ് കണ്ട് നമുക്ക് എന്തായാലും അതും കൂടി കണ്ടു കളയാം. ഇപ്പം ഞാനുള്ള ഫാൽക്കൺ സൂക്കിലാണ്. അവിടുത്തെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാം. പക്ഷിയുടെ ഹോസ്പിറ്റൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷിക്ക് സ്പെഷ്യൽ ഹോസ്പിറ്റൽ, ഭയങ്കര വലിയ ഹോസ്പിറ്റലാണ്ടത്. അത് ഫാൽക്കൺ പക്ഷിയുടെ കണ്ടില്ലേ, സൂക്ക് വാക്കിഫ് ഫാൽക്കൺ ഹോസ്പിറ്റൽ, വലിയ ഹോസ്പിറ്റലാണ്. ഇവിടെ ഇവറ്റിങ്ങൾക്ക് ഡോക്ടർമാർ, സ്പെഷ്യൽ ഡോക്ടർമാർ വരെ ഉണ്ട്. അതിൻ്റെ നേക്കം കണ്ണ് പിന്നെ അതുപോലെ തന്നെ ചിറകിനൊക്കെ പരിശോധിക്കാനായിട്ട് വലിയ ഹോസ്പിറ്റലാണ്. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഒരു ഷോപ്പിൽ കയറി, അതായത് ഫാൽക്കണയൊക്കെ വിൽക്കണത്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ വെറൈറ്റി കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, പഴയ ഐറ്റംസ്. അതായത് അവരുടെ പഴയ ഫോട്ടോസും പിന്നെ അതുപോലെ തന്നെ കുറേ ഈ ഫാൽക്കൺ ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ, അതിൻ്റെ കണ്ണ് മൂടി വെക്കുന്ന ഹുഡും ഗ്ലൗസും അങ്ങനെയൊക്കെ ഉള്ളത്, പഴയ വിളക്ക് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതായത് മൂന്നെണ്ണം ഇരിപ്പുണ്ടായിരുന്നു. കുറേ എണ്ണങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ ബ്രീഡ് നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ അവരെ പറ്റി ചോദിച്ചില്ല, കാരണം കയ്യിൽ ഗ്ലൗസ് ഉണ്ട്. ഇത് ഭയങ്കര എക്സ്പെർട്ട് ഉള്ളവർക്ക് മാത്രം കിട്ടുന്ന സാധനം ഉണ്ടാകും. ഇതാണ് ഹുഡ്, അതിൻ്റെ കണ്ണിലേക്ക് വെക്കണത്. ഇത് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കയ്യിലൊക്കെ എടുക്കുന്ന ടൈമിൽ നമ്മുടെ മേലത്ത് കൊത്തുന്നത് പരിചയമില്ലാത്തവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അതിന് വേണ്ടിയാണ് സാധനം മാത്രം. പിന്നെ അതിൻ്റെ അപ്പുറം തന്നെ വേറെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഷോപ്പൊക്കെ ഉണ്ട്. എന്തൊക്കെയോ ബൈനോക്കുലറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതെന്താ ചിറക്, ഇതിനിങ്ങനെ വെച്ചേക്കുന്ന ഒരു പിടുത്തം കിട്ടാനുള്ള കണ്ടോ. ഗ്ലൗസിന്റെ വിലയൊക്കെ നോക്കി 150 റിയാലാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു ഫാൽക്കൺ കയ്യിലെടുക്കാന്ന് വിചാരിച്ചു. ഞാൻ പേടിച്ചാ നിൽക്കണത്. ഹൗ മച്ച്? 10,000 റിയാൽ. പക്ഷെ ഞാനൊന്ന് പേടിച്ചു വിടാം. കാരണം ഇത് നമുക്ക് ഇങ്ങനെ കയ്യിലാ സാധനം വെക്കുമ്പോഴേ അതിന്റെ വെയിറ്റ് കൊണ്ട് നമുക്കൊരു പേടി, ഇങ്ങനെ നീങ്ങണോണ്ടേ അപ്പൊ നമുക്കൊരു ചെറിയൊരു പേടി. കാരണം അതിന്റെ മുഖത്ത് ഈ സാധനം ഇട്ടിട്ടുണ്ട്, ഒരു മറ പോലെ ഇട്ടിട്ടുണ്ട്, ഒരു ക്യാപ്പ്. അപ്പൊ അത് കാരണം അതിന് കണ്ണാണല്ലോ, അപ്പൊ അത് കാരണം നമുക്ക് സേഫാണ്. എനിക്ക് എന്ത് ഹൈറ്റാന്ന് അറിയില്ല, ഭയങ്കര ഹൈറ്റ്. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ ഈ സംഭവം കണ്ട്. അതായത് ഞാൻ ആദ്യം വിചാരിച്ച് പച്ചമീൻ ഉണക്കാനിട്ടേക്കെന്ന് വിചാരിച്ച്, പിന്നല്ലേ മനസ്സിലായത് ഫാൽക്കന്റെ ചിറകാണ്. അവരെന്തിനായിരിക്കും ഇതിങ്ങനെ വെച്ചേക്കണത്? ഈ സംഭവം കൊള്ളാട്ടോ. ഇതേ ഒട്ടകങ്ങളൊക്കെ ആയിട്ട് പോണതൊക്കെ, അത് ഈ പച്ചപ്പുല്ലി കൂടി നമ്മൾ മരുഭൂമി കൂടി പോണ കണ്ടിട്ടുള്ളൂ. എന്ത് രസമായിട്ടാണ് പോണത്. ഇത് എനിക്ക് തോന്നണേ ഇവിടെ നെക്സ്റ്റ് മന്ത് ഡിസംബർ 18 നാഷണൽ ഡേ ഉണ്ട്. അപ്പൊ അതിനെ ആസ്പദമാക്കിയിട്ട് എന്തോ പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അതിന് വേണ്ടി ഒരു ട്രെയിനിങ് ആയിട്ട് പോണതാണ്. പിന്നെ വൈറ്റ് കുപ്പായൊക്കെ ഇട്ട് തലയിൽ ഈ അറബികളുടെ പോലെ ഇങ്ങനെ ചുറ്റിയിട്ടൊക്കെ അവരാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിൻ്റെ അടുത്ത് പ്രാവുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയം പോണത് അറിയില്ല. അങ്ങനെ ഇപ്പൊ ഞാൻ നടന്ന് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു പാർക്കാണ്ട, നല്ല ക്ലീൻ ആണ് അവിടുത്തെ പാർക്കൊക്കെ.
ചെടിയൊക്കെ നല്ല കണ്ടുപരിചയമുണ്ട്. അതുപോലെ തന്നെ മരങ്ങളൊക്കെ നോക്കി. പിന്നെ ഇവിടാണ് ഒട്ടകത്തിന്റെ മാർക്കറ്റ് സൂക്ക് വാക്കിഫിലെ. എൻ്റെ കാലുമേക്ക് എന്തോ കെട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നടക്കാനും ഓടാണ്ടിരിക്കാനൊക്കെ വേണ്ടി. സാധാരണ ഡെസേർട്ട് പോകുമ്പോൾ അതിൻ്റെ വായുടെ അവിടെ ഇങ്ങനെ മാസ്ക് പോലെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കാലൊക്കെയാണ് കെട്ടി വെച്ചിട്ടുണ്ട്. കാല് കെട്ടിയെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒരു വൈറ്റ് വെച്ചിട്ട് അവിടെ താഴത്ത് കമ്പി കുത്തിയിട്ടുണ്ട്. അപ്പം കമ്പിയിലാണ് ഈ സാധനം ഓടാണ്ടിരിക്കാനും ബലത്തിൽ കുത്തി നിറച്ചേക്കാണ്. അപ്പം പുറത്തുനിന്ന് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഈ മതിലിൻ്റെ ഡിസൈനാണ് അവിടുത്തെ മിക്ക ബിൽഡിങ്ങിനൊക്കെ കൊടുത്തേക്കണത്. കണ്ടില്ലേ? ഇത് വേറെ പഴയ ബിൽഡിംഗ് ആണ്. ഭയങ്കര പഴയതാ. അങ്ങടേക്ക് വിടണില്ല. അവർ ബാരിക്കേഡൊക്കെ വെച്ച് ഇതാക്കിയിരിക്കണേ. പഴയ തൂക്കുകളൊക്കെ പിന്നെ അതുപോലെ തന്നെ ബാൽക്കണിയാണെന്ന് തോന്നുന്നത് പഴയ സ്റ്റൈലില്. അങ്ങനെ ഞാൻ കുറച്ചങ്ങോട്ട് നടന്ന് റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയക്ക്. ഇനിയിപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഈ ടൈമിലൊക്കെ തിരക്കാവും. ഇത് ഏകദേശം ആയി തുടങ്ങുന്നുണ്ട്. ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. ബദർ അത് യമനി ഫുഡ് കിട്ടുന്ന സ്ഥലം. ഇത് സ്റ്റാർ ഫിഷ് പോലത്തെ എന്തോ സ്റ്റോൺ ആണത്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ശംഖുകളൊക്കെ ഇരിപ്പുണ്ട് കടലിൽ. മറ്റേ പഴയ റേഡിയോ. പിന്നെ ഇത് ഈ ഫോട്ടോ നോക്കിയോ, നമ്മുടെ വേൾഡ് കപ്പ് 2022 ഫിഷ് ഇട്ട് കൊടുക്കണതാണ് നമ്മുടെ തമീം മെസ്സിക്ക്. ആ ഫോട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് പഴയ ടൈപ്പ് ടെലഫോണും നേരത്തെ കണ്ട പോലത്തെ കറക്കണ ഫോണൊക്കെ ഉണ്ട് ഇവിടെ. ഒരു ട്രഡീഷണൽ ടച്ചാണ് ഇവിടെയൊക്കെ വരുമ്പോൾ. ഇല്ലേ, പഴയ ഗ്രാമഫോൺ പോലത്തെ സാധനം, പഴയ റേഡിയോ ആണ് തോന്നുന്നത്. നടന്നിട്ട് വേറെ വഴി കൂടി നമ്മൾ എത്തുന്നത് തന്നെ. ചിലപ്പോൾ ചില സമയത്തൊക്കെ കറങ്ങിത്തിരിഞ്ഞ് ആ സെയിം സ്ഥലത്ത് തന്നെ വരും. കുറേ ഉള്ളതുകൊണ്ട് നടക്കാനായിട്ട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ തിരക്കായല്ല. ഇപ്പോൾ 4:30 ആയതുകൊണ്ട് ഷോപ്പെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ കൂടി വരുന്നുണ്ട്. കണ്ട എല്ലാ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ പോയപ്പോൾ ക്ലോസ്ഡ് ആയിരുന്നു ഈ ഷോപ്പുകളൊക്കെ. നടന്ന് ക്ഷീണിച്ചത് കൊണ്ടാവാം ഭയങ്കര ദാഹം. തുടർന്ന് ഒരു കടയിൽ നിന്ന് ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ചിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ പതുക്കെ നീങ്ങിയപ്പോൾ ഫ്രൂട്ട്സ് അവിടെ ഉണ്ട്. മുമ്പ് ഇത് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. അതായത് മാങ്ങയ്ക്ക് അരിഞ്ഞിച്ചൊക്കെ എന്തൊരു ഭംഗിയിൽ അരിഞ്ഞിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ അനാറുണ്ട്, ചെറുനാരങ്ങ, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ അപ്പം ഞാൻ പതുക്കെ നടന്നൊക്കെ തുടങ്ങി. ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഗ്‌രിബിൻ്റെ ടൈമും അവർ വാങ്ങി കൊടുക്കാറുള്ള ടൈമായി. റൈറ്റ് സൈഡിലൊക്കെ കച്ചവടക്കാരൊക്കെ വഴിയരികിലൊക്കെ വന്നിരിപ്പുണ്ട് കേട്ടോ. ഇതുപോലത്തെയൊക്കെ നല്ല വെറൈറ്റി കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതും വ്യാഴാഴ്ച ദിവസം, വെള്ളി, ശനി 3 ദിവസങ്ങളിലൊക്കെ വൈകിട്ടൊക്കെ വന്നാൽ. വ്യാഴവും വെള്ളിയും വൈകിട്ട് നേരങ്ങളിലാണ് ഭയങ്കര തിരക്ക്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടാവും ഇവിടെ. നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രഡീഷണൽ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നല്ല രസമാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ തിരക്കാം. ഇത് വാങ്ങി കൊടുക്കാറായി. വൈകുന്നേരത്തെ കാഴ്ചയാണ് ഒരു വിദേശികളെ ബസ്സിൽ കൊണ്ടുവന്നേക്കുന്നത് സൂക്ക് വാക്കിഫിൽ. കണ്ട അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ഇത് ഈവെന്റിന്റെ എന്തോ അഡ്വർടൈസ്മെന്റ് ആണ്. ഇവിടെ വ്യാഴാഴ്ച എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് എന്തോ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്തേക്കുന്നു. കണ്ടില്ലേ, ഇവിടെ എന്തോ റൈഡൊക്കെ ഉണ്ട്. ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടില്ല, ഇപ്പൊ അടുത്ത് വന്നാണെന്നാണ്. എന്തായാലും വർക്കിംഗ് അല്ല, എനിക്ക് തോന്നുന്നു വ്യാഴവും വെള്ളിയൊക്കെ വർക്കിംഗ് ആവുമായിരിക്കും തോന്നുന്നു. ഈ പിള്ളേരൊക്കെ ഇരുത്തണ റൈഡില്ലേ, കറക്കണത്, ആ ടൈപ്പ്. പിന്നെ കുറച്ച് ഞാൻ അങ്ങോട്ട് നീങ്ങിയപ്പോഴേ ഒട്ടകത്തിന്റെ സവാരി ഉണ്ട്. ഇപ്പൊ ഒരു കൊച്ചിനെ ഇരുത്തിക്കൊണ്ടാണ് അയാൾ പോണത്. ഒരു ചുറ്റടിക്കേണ്ടത് ഇതിന് ചുറ്റും. ഞാൻ ഈ സംഭവം ആദ്യം വെച്ച് കല്ലുമ്മക്കായ ചുട്ടെടുക്കണമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ കല്ലുമ്മക്കായ അല്ല, ഹസൽനട്ട് എന്ന് പറഞ്ഞ സാധനമാണ് ചുട്ടെടുക്കുന്നത്. കണ്ട അതിന്റെ പ്രൈസ് ഒക്കെ ഇതിന്റെ 25 റിയാൽ 10 പീസ്. പിന്നെ അതുപോലെ തന്നെ പോപ്കോൺ 15 റിയാൽ. ഐസ്ക്രീം ഉണ്ട്, തുർക്കിഷ് ഐസ്ക്രീം. അത് എത്ര? 25 റിയാൽ. ഈ സംഭവം നോക്കി, ഇതൊരു ട്രെയിനാണ്, ടോയ് ട്രെയിനാണ്. അതായത് പിള്ളേർക്ക് ഇരിക്കാൻ പോകാനായിട്ട് അവർക്ക് നല്ല രസമാണ് ഈ സാധനം. ലൈറ്റൊക്കെ കത്തിച്ചിട്ടേ ഇത്ര ഒച്ചപ്പാടുമ്പോൾ വെള്ളത്തിന് പിള്ളേര് രസമുണ്ട്. വലിയ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ ഒരു വെറൈറ്റി കാഴ്ചയുണ്ട്. ഒരു കിണർ, ആ കിണറിൻ്റെ അവിടെ നിന്ന് ബക്കറ്റ് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ചടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്രാവൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിന് പ്രാവ് വെള്ളം കുടിക്കാൻ വന്നാണോ എന്നറിയില്ല. ഇതൊക്കെ അനങ്ങളുണ്ട് പ്രാവ്. അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ വെച്ച് സംഭവം സെറ്റപ്പാണ്ടത്. അറേബ്യൻ ഹോഴ്സ് കമ്പനി.
ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ കുതിര റൈഡ് ഉണ്ടെന്നുണ്ടോ, ടിക്കറ്റ് കൗണ്ടർ കാണുന്നുണ്ട്. റൈഡ് എന്ന് പറഞ്ഞാൽ റൗണ്ട് അടിക്കില്ല, നേരത്തെ ഒട്ടകത്തിനെ കണ്ടില്ല അതുപോലെ. ഇത് സംഭവം കുതിര വണ്ടിയാണ്, പക്ഷെ കുതിരയില്ല. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ വ്യാഴാഴ്ചയൊക്കെ കുതിരനെ കെട്ടിയിട്ട് ഇങ്ങനെ വലിച്ചുണ്ടോ, അതൊക്കെ കാണാറുണ്ടായിരുന്നു. പിന്നെ ഷോപ്പൊക്കെ നോക്കി, ഷോപ്പൊക്കെ ഇപ്പോഴാണ് തുറന്നത്. ഇതിന്റെ വാലും കാലൊക്കെ ഒരു വലിക്കണ്ടേ ഹോഴ്സിന്റെ, എനിക്ക് ഭംഗിയാണ്. ദൈവനെ നമ്മളെ വിളിച്ച് പണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പൊ ഹായ് ഒക്കെ തന്നെ ഐസ്ക്രീം കാരണം തുർക്കിഷ് ഐസ്ക്രീമില്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ടാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നാലേ സമയം പോണത് അറിയൂല, തിരക്കായി തുടങ്ങി, ലൈറ്റൊക്കെ ഓണായി തുടങ്ങി. ഇനിയിപ്പോൾ ഏകദേശം ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വൈബ്. ഇപ്പൊ ഈവൻസ് ഒന്നും നടക്കണില്ല, കാരണം വെച്ചാൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച നടക്കുള്ളൂ. ഇതിലൊക്കെ ഞാൻ രാവിലെ വന്ന വഴിയാണ്. ഇപ്പോൾ വൈകുന്നേരം റെസ്റ്റോറൻ്റ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ആൾക്കാരൊക്കെ വന്ന് ഇരിപ്പുണ്ട് അവിടെ. ലൈറ്റൊക്കെ ഇട്ടിട്ടേ. ഇത് ബോംബെ മിഠായിയാണ്, നമ്മുടെ നാട്ടിലൊക്കെ വിൽക്കൂലേ അതുപോലെ. ഇതൊക്കെ ഒരു വഞ്ചിയൊക്കെ ഉള്ള ഒരു ഷോപ്പുണ്ട്. അതിന്റെ മുകളിൽ നമ്മുടെ ഖത്തർ ഫ്ലാഗ്. ഇത് ലൈറ്റൊക്കെ നോക്കിയേ, ഇത് രസമല്ല കാണാനായിട്ട്. ഇത് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ലൈറ്റുകളാണ് നിൽക്കുക, നല്ല അട്രാക്ഷനുള്ള ലൈറ്റുകൾ. അതുപോലെ തന്നെ പഴയ ബാഗ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. നമ്മുടെ ടീ ടൈം, ചായ കുടിക്കാൻ വേണ്ടി നിന്നപ്പോൾ നല്ല തിരക്ക്. ഇവിടെ ഖത്തർ പോലീസ് ഉണ്ട്, അതായത് സൂക്ക് വാക്കിഫിൻ്റെ ഉള്ളിലുള്ള ഖത്തർ പോലീസ്, സൂക്ക് വാക്കിഫിലുള്ള പോലീസ്. ഇതിൻ്റെയൊക്കെ ഇവിടുന്ന് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. വലിയൊരു വിരല് പോലെ തമ്പില്ലേ അത്. ദാനത്തിൽ ബാഹർ ബാർബിക്യൂ ഫിഷ്, ഇത് ലൈവ് ഫിഷ് കിട്ടുന്ന സ്ഥലം. നമ്മുടെ സൂക്ക് വാക്കിഫ് മറ്റേ വക്രയിലുള്ളതുണ്ട്, അവരുടെ വേറെ ബ്രാഞ്ചാണിത്. ഇത് ഉള്ളിലൊക്കെ ഭയങ്കര സെറ്റപ്പാണ്, മരമൊക്കെ സെറ്റ് ചെയ്തിട്ട്. ഇതുപോലെ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കും, ഒരുപാട് ടൈമായി. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ കാഴ്ചകളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ സൂക്ക് വാക്കിഫില. ഇതുപോലത്തെ വ്യത്യസ്തമായിട്ട് വീഡിയോക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ നോക്കി. ബെല്ലൈക്കൺ നോക്കിയാണെങ്കിൽ അടിപൊളി ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഖത്തറിൻ്റെ എക്സ്പ്ലോറിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കും. ബൈ.